Hi friends, എല്ലാവർക്കും Technic Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടവരെ തന്നെ ഒരു 1 kV സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ അത് മൂന്നാല് പാർട്ടായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് 1 kV സിസ്റ്റം ആണ് ഉള്ളത്. അതായത് 1 kV സിസ്റ്റം ഏത് ടൈപ്പിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഒന്നാമത് നോക്കാൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ 1 kV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത്. അതായത് കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത് നോക്കുന്നത് എത്ര രൂപ ചിലവ് വരും. അതായത് നമ്മൾക്ക് ഇത് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ വീഡിയോയിൽ പറയും ഏതൊക്കെ ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് എത്ര രൂപ, രണ്ടിലും എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്ന് നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നിടത്താണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എത്ര യൂണിറ്റ് വരെ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് പ്രൊഡക്ഷൻ കിട്ടും. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. പ്രത്യേകം നമ്മൾ പറയുന്നു, നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അതായത് വീഡിയോ ഓടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മൾ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവസാനം വരെ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് ഈ 1 kV സിസ്റ്റം ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നു, നമുക്ക് ഈ സിസ്റ്റം 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നോർമൽ സിസ്റ്റവും ഹൈബ്രിഡ് സിസ്റ്റവും. അപ്പോൾ ഈ 2 ടൈപ്പ് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഹൈബ്രിഡ് സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻബിൽഡ് ആയിരിക്കും Mppt വരുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ അകത്ത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു Mppt ചാർജ് കൺട്രോളർ വരുന്നത്. അപ്പോൾ മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ഇൻവെർട്ടറും Mppt സെപ്പറേറ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ വരുന്നത്, നോർമൽ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇൻബിൽഡ് Mppt ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന സോളാർ പാനലിൻ്റെ ഇതും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും വാട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് ഇപ്പോൾ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽഡ് Mppt ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ Mppt എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെയായാലും ഇൻവെർട്ടർ നമ്മൾ ഓഫ് ചെയ്തിടേണ്ടി വരും. പിന്നെ അത് സർവീസ് Mppt സർവീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻവെർട്ടർ ഓപ്പറേറ്റ് ചെയ്യാനതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ നോർമൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് കോസ്റ്റും കുറവായിരിക്കും. പിന്നെ നമുക്ക് നോർമൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവെർട്ടറും Mppt സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ നോർമൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, അത് സോളാറിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കത് Mppt വെച്ച് കൺവേർട്ട് ചെയ്ത് സോളാറിലേക്ക് മാറ്റാൻ പറ്റും. അതേസമയം ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്കാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു രീതിയിലുള്ള സിസ്റ്റം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻവെർട്ടർ വയ്ക്കുക, പിന്നെ Mppt വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ Mppt സെപ്പറേറ്റ് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പാനലും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് നമ്മളിത് സോളാർ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ 12 to 48 വോൾട്ടിൻ്റെ ഒക്കെ മൾട്ടി വോൾട്ടേജിലുള്ള Mppt അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ പാനൽ ആഡ് ചെയ്യാൻ ഇതെല്ലാം നമുക്ക് അതിനകത്ത് പറ്റും. പക്ഷേ നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇത്ര പാനൽ കൂടുതൽ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈം യൂസിന് മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ടൈപ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്, നോർമൽ സിസ്റ്റം ഉണ്ട്. ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 2 മോഡ് ഉണ്ടാവും. PUC മോഡും ഉണ്ടാവും, ഹൈബ്രിഡ് മോഡും ഉണ്ടാവും. അപ്പോൾ PUC മോഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ KCB എന്നുള്ള ചാർജിങ് ഡിസേബിൾ ചെയ്യണ ഒരു മോഡാണ് PUC മോഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സോളാറിലേക്ക് രാവിലെ മാറി രാത്രി KCBയിലേക്ക് തിരിച്ച് മാറുമ്പോൾ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല. നമ്മൾ ബാറ്ററിയുടെ ഒരു പകുതി ശതമാനം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമായിരിക്കും KCBയിലേക്ക് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഹൈബ്രിഡ് മോഡിലാണ് ഇട്ടിരിക്കണമെങ്കിൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക് KCBയിൽ നിന്ന് നമ്മുടെ ബാറ്ററി ചാർജ് ആവും. അതാണ് ഈ ഹൈബ്രിഡ് മോഡിൻ്റെ പ്രത്യേകത. പ്രയോറിറ്റി എപ്പോഴും സോളാർ പാനലിനായിരിക്കും. സോളാർ പാനലിൽ നിന്ന് എപ്പോൾ പ്രൊഡക്ഷൻ കുറയുന്നു, എപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാതെ ആവുന്നു, അപ്പോൾ ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ KCBയിൽ നിന്ന് അപ്പം തന്നെ ബാറ്ററി ചാർജ് ആവും. പക്ഷേ ആ സമയത്ത് നമ്മൾ ആ PUC മോഡിൽ ഇടാണെങ്കിൽ, അതായത് പവർ കണ്ടീഷൻ യൂണിറ്റ് മോഡിൽ ഇടാണെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് നമുക്ക് KCB വഴി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. അതവിടെ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അത് നോർമൽ ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ് ഓൺ സ്വിച്ച് മാറി ആ ഒരു ഓപ്ഷനായിട്ട് അത് പ്രവർത്തിക്കും. അപ്പോൾ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതായിരിക്കും. പ്രയോറിറ്റി എപ്പോഴും സോളാർ പാനലിനായിരിക്കും. സോളാറിൽ നിന്ന് എപ്പോൾ പ്രൊഡക്ഷൻ കുറയുന്നു, ബാറ്ററിയിൽ ചാർജ് ഇല്ലേ, KCBയിൽ നിന്ന് ബാറ്ററി ചാർജ് ആവും. അതാണ് ആ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു SPSൻ്റെ ഇൻവെർട്ടർ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ പറഞ്ഞത്. പൊതുവെയുള്ള മിക്ക കമ്പനികളുടെയും ഇൻവെർട്ടറിൽ ഹൈബ്രിഡ് മോഡ് പ്രവർത്തിക്കുന്നത് ഇതിങ്ങനെ തന്നെയായിരിക്കും. അതാണ് ആ ഒരു ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നോർമൽ ഇൻവെർട്ടർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈബ്രിഡ് ഇൻവെർട്ടർ ചെയ്യുമ്പോൾ അത് വെച്ച് 1 kV സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറവായിരിക്കും ഇത് ചെയ്തെടുക്കണേന്. കാരണം Mppt അഡീഷണൽ വാങ്ങേണ്ട കാര്യമില്ല, അതിനകത്ത് ഇൻബിൽഡ് ആയതുകൊണ്ട്. മറ്റേതാവുമ്പോൾ നമ്മുടെ അഡീഷണൽ Mppt വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണെങ്കിലും ഇങ്ങനെ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 2 സിസ്റ്റത്തിൽ വരുന്നത്, ഹൈബ്രിഡ് സിസ്റ്റത്തിലും നമ്മൾ ഈ നോർമൽ ചെയ്യുന്ന ഈ സിസ്റ്റത്തിലും. ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ 1 kV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമുക്ക് വേണ്ടത് ഇൻവെർട്ടർ, ബാറ്ററി, Mppt, സോളാർ പാനൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ DC കേബിൾ, DC ബ്രേക്കർ, പിന്നെ MC4 കണക്ടർ, നമ്മുടെ സോളാർ പാനൽ ഫിക്സ് ചെയ്യാനുള്ള എൻഡ് ക്ലാമ്പ്, L ക്ലാമ്പ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ലൈറ്റിംഗ് റെസ്റ്റർ, പിന്നെ SPD, AC SPD, DC SPD ആ ഒരു സെക്ഷനും. അപ്പോൾ നമ്മൾ വേറെ കാര്യം പ്രത്യേകം പറയുന്നത് ഈ ലൈറ്റിംഗ് റെസ്റ്ററും നമ്മുടെ SPD 2 സെക്ഷൻ, AC SPD, DC SPD, ഇത് നമ്മളിപ്പോൾ നോർമൽ രീതിയിൽ 1 kV സിസ്റ്റത്തിൽ ആരും ചെയ്യാറില്ല.
പക്ഷേ ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അതായത് നല്ല ഇടിമിന്നലും നല്ല പ്രശ്നമുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മളിത് എന്തായാലും ചെയ്യണം. പ്രൊട്ടക്ഷൻ കൂടുതൽ വേണ്ടത് അവിടെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ നോർമൽ അത്യാവശ്യം നല്ല ഇടിമിന്നൽ അത്യാവശ്യം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇത് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസ് വരും. അതായത് നമുക്ക് കാശ് കൂടുതൽ വരും നമുക്കിതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വേറെ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളിപ്പോൾ നോർമലൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും DC ബ്രേക്കറും കാര്യങ്ങളും കിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളുണ്ട്. അതായത് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഓഫ് ചെയ്യാനാണ് നമ്മൾ ആ DC ബ്രേക്കർ വെക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ പിന്നെ ഈ ലൈറ്റിംഗ് അറസ്റ്റും നമ്മൾ ഇനി AC SPD DC SPD ഒക്കെ ചെയ്യുമ്പോൾ കാശ് കൂടുതലാണ്. പക്ഷെ മാത്രമല്ല ഇതിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ 1 kV ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യണം. കാരണം അവിടെ ഇടിമിന്നലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് എന്തായാലും ചെയ്യണം. അതല്ലാതെ നോർമൽ സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ DC ബ്രേക്കർ മാത്രം മതി. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനെ മെയിനായിട്ട് പറഞ്ഞ കാര്യം തന്നെ ഇൻവെർട്ടർ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ 12 വോൾട്ടിൽ അതായത് സിംഗിൾ ബാറ്ററിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 12 വോൾട്ടിലുള്ള ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടിയ വേരിയൻ്റ് തന്നെ തിരഞ്ഞെടുക്കുക. പ്രത്യേകമായി ഫുൾ കോപ്പർ തന്നെ തിരഞ്ഞെടുക്കുക. അത്യാവശ്യം നല്ല 2 വർഷം വാറൻറ്റി ഉള്ള ഇൻവെർട്ടർ തന്നെ ഓൺ സൈറ്റ് വാറൻറ്റി ഉള്ള ഇൻവെർട്ടർ തിരഞ്ഞെടുക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ SPSൻ്റെ ഒക്കെ ഇൻവെർട്ടർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1600 VAയുടെ ഇൻവെർട്ടറാണ് ഫുൾ കോപ്പർ ഏറ്റവും 12 വോൾട്ടിൽ ഏറ്റവും കൂടിയ വേരിയൻ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിപ്പോൾ SPSൻ്റെ അല്ലെങ്കിൽ ലഗ്നോവയുടെ ഇൻവെർട്ടറും ഏത് കമ്പനിയുടെ ആയാലും അതിനനുസരിച്ചുള്ളത് കൊടുക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററി നമ്മളിപ്പോൾ കുറഞ്ഞത് 150 AH അല്ലെങ്കിൽ 200 AH തിരഞ്ഞെടുക്കുക. പ്രത്യേകം പറയുന്നു 5 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററി തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ 150 AH അല്ലെങ്കിൽ 200 AH ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും 100 AH പോകരുത്. കാരണം ഇനിയുള്ളതിലും ബാക്കപ്പിനും കാര്യങ്ങളൊക്കെ നല്ലത് എപ്പോഴും 150 AH അല്ലെങ്കിൽ 200 AH ആണ്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സോളാർ ബാറ്ററി തന്നെ തിരഞ്ഞെടുക്കുക. അത്യാവശ്യം ബ്രാൻഡഡ് എക്സൈഡ് ലൂമിനസ് അങ്ങനത്തെ ബ്രാൻഡഡ് കമ്പനികളുടെ ഓൺ സൈറ്റ് വാറൻറ്റിയുള്ള ബാറ്ററി തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നതാണ് Mppt. അപ്പോൾ Mppt പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക സോളാർ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല Mppt തന്നെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ആശ പവർ SPS ലഗ്നോവ അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് കമ്പനികളാണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു Mppt തിരഞ്ഞെടുക്കുക. 2 വർഷമാണ് എല്ലാത്തിനും വാറൻറ്റി വരുന്നത്. അപ്പോൾ Mppt തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം മൾട്ടി വോൾട്ടേജ് Mppt ഒക്കെ അവൈലബിൾ ആണ്. അതായത് 12 to 48 12 to 72 വോൾട്ട് അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള Mppt അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ അതൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് സോളാർ പാനൽ ആഡ് ചെയ്ത് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ Mppt നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് 3 സ്റ്റേജ് ബൂസ്റ്റിംഗ് ഉള്ള Mppt തിരഞ്ഞെടുക്കുക എന്നാലാണ് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അതായത് നമുക്ക് Mppt-യുടെ അകത്ത് വരുന്ന തൊറോയിഡിനെയാണ് ഈ സ്റ്റേജ് ബൂസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു തൊറോയിഡ് ട്രാൻസ്ഫോമർ ഉള്ളതുണ്ട്, 2 തൊറോയിഡ് ട്രാൻസ്ഫോമർ ഉണ്ട്, 3 4 തൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള Mppt വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കും നമുക്ക് ഈ നോർമലി ഒരു 1 kV സിസ്റ്റത്തിലേക്കൊക്കെ നമുക്കിപ്പോൾ ഒരു തൊറോയിഡ് ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ 2 തൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള Mppt മതി. പക്ഷേ നമ്മളിപ്പോൾ അതിപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 3 തൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള Mppt ഒക്കെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് വെക്കുന്നത് എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാനും കൂടുതൽ അമ്പിയറൊക്കെ ആവാനൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ബാക്കി വരുന്ന വോൾട്ടേജിനെ അത് ആമ്പിയറാക്കി കൺവേർട്ട് ചെയ്യാണ് ഈ Mppt ചെയ്യുന്നത്. അതാണ് മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്ത് നമ്മളൊരു 4 തൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള അല്ലെങ്കിൽ 3 തൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള Mppt വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കപ്പാസിറ്റി ഇത് ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിയിലേക്കാണല്ലോ. അപ്പോൾ ഈ ബാറ്ററിയും ഇത്രയും കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ബാറ്ററി കുറഞ്ഞത് വെച്ചിട്ട് ഇത് കൂടുതൽ വെച്ചിട്ട് നമ്മൾ കാര്യമില്ല. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ അവിടെ വേസ്റ്റ് ആയി പോവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് വെക്കണം അതിനനുസരിച്ചുള്ള Mppt തിരഞ്ഞെടുക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞ് കേട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ ബാറ്ററി വെച്ചിട്ട് വലിയ ഇത് വെച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അവിടെ പ്രൊഡക്ഷൻ കിട്ടില്ല. ഇനി അത് മാത്രമല്ല സോളാർ പാനൽ അത്രയും കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിലും നമുക്ക് അവിടെ പ്രൊഡക്ഷൻ കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ 3 തൊറോയിഡിൻ്റെ 4 തൊറോയിഡിൻ്റെ ഒന്നും എടുക്കരുതെന്നല്ല പറയുന്നത്. നമ്മൾ ഏതൊക്കെയാണ് ഏത് ബാറ്ററി ഏത് സിസ്റ്റമൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള Mppt നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ Mppt-യിൽ വരുന്നത്. അതും നമ്മൾ 2 വർഷമാണ് വാറൻറ്റി വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോഴായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ബൈ ഒഫീഷ്യൽ പാനൽ. അപ്പോൾ അതൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഇനി വരുന്ന പുതിയ ടെക്നോളജി ഉള്ള പാനലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ പാനൽ തിരഞ്ഞെടുക്കുമ്പോഴായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു 1 kV സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിയാണ് വരുന്നത്. അത് 150 AH അല്ലെങ്കിൽ 200 AH ആയിരിക്കും നമ്മുടെ ഈ ബാറ്ററി വരുന്നത്. അപ്പോൾ ഈ 150 AH ആണ് ഇപ്പോൾ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 360 വാട്ട്സ് പാനലാണ് നമുക്ക് നോർമൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി വേണ്ടത്. പിന്നെ 350-400 വാട്ട്സ് ഒരു പാനൽ കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പാനൽ 500-ൻ്റെ ഒക്കെ പാനൽ വെച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ പാനലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഈ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണ് നോക്കണം. അതായത് മെയിനായിട്ട് കറണ്ട് ബില്ല് കുറയ്ക്കാനാണോ അതോ ചെറിയ ബാക്കപ്പിന് വേണ്ടി അത് നോക്കാം. അത് നോക്കിയതിന് ശേഷം ഇപ്പോൾ ഡേ ടൈമിലാണ് നമുക്ക് യൂസ് കൂടുതൽ. അതായത് വീട്ടിലെ എല്ലാ സാധനങ്ങളും പ്രവർത്തിക്കുന്നത് കൂടുതലും ഒരു 80% രാവിലെ തന്നെയാണെങ്കിൽ നമുക്കത് ഫുള്ള് സോളാറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നോർമൽ ഒരു പാനൽ വെക്കുന്ന സ്ഥാനത്ത് 2-3 പാനലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷനിൽ നമുക്കത് പ്രവർത്തിക്കും. അതേസമയം നമ്മളിപ്പോൾ ഒരു 3-4 പാനൽ ആഡ് ചെയ്തു പക്ഷേ നമ്മുടെ യൂസ് ഫുള്ളും നൈറ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും അവിടെ ആവശ്യം വരുന്നില്ല. കാരണം
സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടും. നമ്മൾ ഡേ ടൈമിൽ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫ്ലോട്ട് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് അവിടെ ആ പ്രൊഡക്ഷൻ എല്ലാം വേസ്റ്റ് ആയി പോവാണ്. കാരണം ബാറ്ററി ചാർജ് ഫുള്ളാണ്. 150-200 എച്ച് ബാറ്ററി ആണല്ലോ നമ്മൾ ഈ 1 kVയിൽ വെക്കുന്നത്. ബാറ്ററി ചാർജ് ഫുള്ളാണ്. നമ്മൾ ഡേ ടൈമിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്ഷൻ അവിടെ വേസ്റ്റ് ആവാണ്. അപ്പോൾ നമ്മൾ അത്രയും പാനൽ അവിടെ ആഡ് ചെയ്യേണ്ട. പക്ഷെ നമ്മൾ അവിടെ ഒരു പാനലൊക്കെ വെക്കണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. ചെറിയ യൂസ് ലൈവ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ അതേസമയം ഈ ഡേ ടൈമിൽ യൂസ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൂടുതൽ പാനൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന പ്രൊഡക്ഷൻ ബാറ്ററി ചാർജ് ചെയ്യും. ബാക്കി വരുന്നതെല്ലാം നമ്മുടെ ഈ ലൈവിലേക്കായിട്ട് മാറും. അപ്പോൾ അത്രയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എത്ര രൂപയാണ് നമുക്ക് ഈ 2 സിസ്റ്റം ചെയ്യാനായിട്ട് വേണ്ടത്. അതായത് ഹൈബ്രിഡ് സിസ്റ്റവും നോർമൽ സിസ്റ്റം ചെയ്യുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മളിപ്പോൾ ആദ്യമേ പറയുന്നു, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പ്രൈസ് ഇപ്പോഴത്തെ ഏകദേശം റേഞ്ചിലുള്ള നമ്മളിപ്പോൾ ഈ റേഞ്ചിൽ 1 kV ചെയ്യുമ്പോഴുള്ള പ്രൈസാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളിപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്രൈസ് വേരിയേഷൻ വരും, പ്രൈസ് മാറും. അതായത് ചിലപ്പോൾ സോളാർ പാനലിൻ്റെ പ്രൈസ് കുറയാം, അല്ലെങ്കിൽ പ്രൈസ് കൂടാം, ബാറ്ററിയുടെ ആയാലും വില കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ എന്തൊക്കെ ചേഞ്ച് വന്നാലും ഇപ്പോൾ നമ്മൾ പറയുന്ന പ്രൈസിൽ വ്യത്യാസം വരും, ചെറിയ വേരിയേഷൻ എന്തായാലും വരും. പിന്നെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും എത്ര രൂപയാണ് അപ്പം നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ഓരോ സിസ്റ്റത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻബിൽഡ് Mppt ഇൻവെർട്ടർ വരും, സോളാർ പാനൽ വരും, പിന്നെ നമ്മുടെ ബാറ്ററി വരും. ഇത്രയും കാര്യങ്ങളും സ്ട്രക്ചർ വർക്ക് എല്ലാം കൂടുമ്പോൾ ഏകദേശം നമുക്കൊരു 65 to 70-75 ഉള്ളിലാണ് നമുക്ക് ആ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത്. അത്രയും രൂപയാണ് നമുക്ക് ഏകദേശം ചിലവ് വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആയാലും പൊതുവെ എല്ലായിടത്തും ചെയ്യുന്നത് ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പിന്നെ അതേസമയം നമ്മൾ നോർമൽ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് സെപ്പറേറ്റ് Mppt ഇൻവെർട്ടർ പാനൽ ബാറ്ററി ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കാണ് ഏകദേശം 70 to 75 നമുക്ക് ആ പ്രൈസ് വരുന്നത്. അത് ഹൈബ്രിഡ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ വേരിയേഷനാണ് അതിൽ വരുന്നുള്ളൂ. ഒരു 5000 രൂപയുടെയൊക്കെ ഏകദേശം വ്യത്യാസമാണ് നമ്മൾ ഈ 2 സിസ്റ്റത്തിലും വരുന്നത്. അപ്പോൾ അത്രയും റേഞ്ചാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതിനകത്ത് സ്ട്രക്ചർ വർക്ക് കൂട്ടിയിട്ടുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതായാലും ഈ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടാം കുറയാം, അത് നമ്മൾ ഓരോ ഇതിനനുസരിച്ച് ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പറയാൻ പറ്റില്ല എങ്ങനെ ഇപ്പോൾ പ്രൈസ് വരുമെന്ന്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. ഏകദേശം റേഞ്ചാണ് നമ്മൾ പറഞ്ഞത്, ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ആയാലും നമ്മുടെ നോർമൽ സിസ്റ്റത്തിൻ്റെ ആയാലും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് എത്ര രൂപ കറണ്ട് ബിൽ വരുന്നിടത്താണ് നമുക്ക് ഈ ഒരു 1 kV സിസ്റ്റം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര രൂപ കറണ്ട് ബിൽ വരുന്നവരാണ് ഈ സിസ്റ്റം ചെയ്യേണ്ടത്. പിന്നെ എത്ര ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, ഈ 1 kV ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് എത്ര രൂപ കറണ്ട് ബിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ട് ആവശ്യം കുറയ്ക്കാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. പിന്നെ എത്ര ഇത് ചെയ്തതിന് എന്തോരം യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുമെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നു ഏകദേശം ഒരു 1000 to 2000 ഉള്ളിൽ, അതായത് 1000, 1500, 2000 ആ റേഞ്ചിൽ കറണ്ട് ബിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ കറണ്ട് ബിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേ ടൈമിൽ, അതായത് പകൽ ടൈമിൽ നമുക്ക് യൂസ് കൂടുതലുള്ളവർക്കും ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. യൂസ് കൂടുതലെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ 1 kV സിസ്റ്റം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഡേ ടൈമിൽ ഫുൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോളാറിൽ പ്രവർത്തിക്കും. അപ്പോൾ അത്രയും കറണ്ട് ബിൽ നമുക്ക് കൂടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഏകദേശം നമ്മൾ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു പാനലൊക്കെ വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ 540 ഒക്കെ ഒരു പാനൽ വെച്ചാണ് നമ്മൾ ഈ സിസ്റ്റം 1 kV സിസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 2.5 to 3 യൂണിറ്റ് വരെ നമുക്ക് ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റും. ഏകദേശം 2 യൂണിറ്റ് സേവ് ചെയ്യുകയാണെങ്കിൽ ഈ 2 മാസം കൂടുമ്പോൾ 120 യൂണിറ്റ് നമുക്ക് അതിന് പ്രൊഡക്ഷൻ കിട്ടും. ഇപ്പോൾ സാധാരണ ഒരു 200-250 യൂണിറ്റ് ഒക്കെ 2 മാസം കറണ്ട് ബിൽ വരുന്ന സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത്രയും കറണ്ട് യൂണിറ്റോടെ സേവ് ചെയ്യാനും കറണ്ട് ബിൽ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു യൂണിറ്റ് മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് താരിഫ് KCBയിൽ കറണ്ട് ബില്ലിൻ്റെ താരിഫ് മാറുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1500 to 2000 ഉള്ളിൽ കറണ്ട് ബില്ല് വരുന്നിടത്തേക്കാണെങ്കിൽ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കറണ്ട് ബില്ല് നമുക്ക് ഒരു 500 താഴേക്കായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ 2-3 ദിവസം വീടുകളിൽ കറണ്ട് ഇല്ല, പവർ കട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 1 kV സിസ്റ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്ത മാതിരി ഇപ്പോൾ 2 kV, 3 kV, 4 kV അല്ലെങ്കിൽ 5 kV ഏത് സിസ്റ്റത്തിൻ്റെ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഇതുപോലെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതാണ്, ഈ സിസ്റ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.